അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നലെ ഒരു ഹുദവിയുടെ പ്രഭാഷണം കേട്ടു. ഹുദവി പ്രഭാഷണം നടത്തിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഞാൻ കേട്ടത് ഇന്നലെയാണ്. അദ്ദേഹം പറഞ്ഞതിൽ നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അദ്ദേഹത്തോട് സ്വകാര്യമായിട്ട് അത് ടെലിഫോണിലൂടെ ഒക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അദ്ദേഹം അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് അത് പബ്ലിക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. ഇദ്ദേഹത്തിന്റെ ഈ പ്രഭാഷണം കേട്ട ആളുകൾ കേൾക്കണമല്ലോ നമ്മൾ പറയുന്നത്. അതിനാണ് നമ്മളും പബ്ലിക്കിൽ വന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറയുന്നത് കേൾക്കാം. ഇന്നത്തെ രാത്രി ഞാൻ ഒന്നുകൂടെ വഹാബിയാകുമെന്ന് എനിക്ക് ഉറപ്പുള്ള രാത്രിയാണ്. ആണോ? അദ്ദേഹം അന്നത്തെ രാത്രി വഹാബിയാകാൻ വന്നതാണ്. അദ്ദേഹം ഇപ്പൊ വരുന്നത് എവിടുന്നാണ് എന്നൊന്നറിയാം. ഞാൻ വരുന്നത് പെരിന്തൽമണ്ണ തൂത വാഫി ക്യാമ്പസിൽ നിന്നാണ്. അവിടുന്നാണ് അദ്ദേഹം വരുന്നത്. ഇനി അദ്ദേഹം പഠിച്ചത് എവിടെയാ? ഞാനൊരു ഹുദവിയാണ്. 12 വർഷം ചെമ്മാട് ദാറുദയിലാണ് പഠിച്ചത്. ഉസ്താദ് വഹാബുദ്ദീൻ നദവി കൂരിയാട്. ഇപ്പൊ വരുന്ന സ്ഥാപനത്തിന്റെ ആളെ നമുക്കറിയാലോ, ആദർശേരി ഉസ്താദും. അപ്പൊ രണ്ടും ഏകദേശമൊക്കെ അല്ലേ? അപ്പൊ അവിടുന്നാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹം വഹാബി ആവാൻ അന്ന് വന്നിട്ടുള്ളത് ഒറ്റക്കല്ല, ചെറിയൊരു 5 ആളെ കൊള്ളുന്ന വാഹനമാണ് അദ്ദേഹത്തിന്റെ വാഹനം. പക്ഷെ മുജാഹിദ് ആകാൻ വേണ്ടി, വഹാബി ആകാൻ വേണ്ടി ഈ വാഹനവുമായി വന്നാൽ ആകെ 5 ആളെ അദ്ദേഹത്തിന് വഹാബി ആക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? വണ്ടി ഒന്ന് വലുതാക്കി. അത് ഞാൻ പറഞ്ഞ ശരിയോട് അദ്ദേഹം തന്നെ പറയും. അപ്പൊ ഞാൻ ഒരു ഇന്നോവ എടുത്താ വന്നത്. 10 പേരെ കൊണ്ടിട്ടാണ് ഈ പരിപാടിക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ഇന്നോവേറ്റ് വന്നു. അദ്ദേഹത്തിന്റെ വണ്ടി ചെറുതാണ്, അതിൽ വഹാബിയാക്കി 5 ആളെ വഹാബിയാവുള്ളൂ. ഇന്നോവയിലായപ്പോൾ 10 ആളെ കൊണ്ടുവന്നു. അപ്പൊ 10 ആളാന്ന് വഹാബിയാക്കി. അതിനാണ് കൊണ്ടുവന്നിട്ടുണ്ട്. അവരായോ ആയില്ല എന്നുള്ളത് നമുക്കറിയില്ല. ഏതായാലും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അദ്ദേഹത്തിന്റെ ഈ കാര്യങ്ങൾ പറയാനൊന്നും അല്ലട്ടെ വന്ന് അദ്ദേഹത്തിന് പിന്നെ വഹാബി ആവുന്നതിൽ ആവാം, സുന്യാവണി സുന്യാവാം. ഇവിടെ എല്ലാത്തിനും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അല്ലേ? അദ്ദേഹത്തിന് ചേകനൂരാവണി അതാവാം, നിരീശ്വരവാദി ആവണി അതാവാം, എന്തോ ആവാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുണ്ടല്ലോ. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് പറയാനല്ല വന്നത്. അത് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയപ്പോൾ അതൊക്കെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നുള്ള നിലക്ക് കേൾപ്പിച്ചു എന്നുള്ളത് മാത്രം. പക്ഷെ അതല്ല അതിൽ വിഷയം. അദ്ദേഹത്തെക്കുറിച്ച് ഒരു ആക്ഷേപമുണ്ട് ആൾക്കാർക്ക്. എന്താന്ന് അദ്ദേഹം പറഞ്ഞു തരും. എന്നോട് ചൊല്ലിയാൽ ചോദിക്കാറുണ്ട്, 12 വർഷം ദാറുദയിൽ പഠിച്ചു, മമ്പർത്ത് ചോർന്നിട്ട് ഇപ്പോൾ ഈ മൗലവിന്റെ കൂടെ ഇരിക്കുന്നു. എന്തേ ഇപ്പം നമ്മളെ കുറിച്ചൊന്നും ആൾക്കാർ അങ്ങനെ പറയണില്ല. നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ആൾക്കാർ അങ്ങനെ ഉണ്ടോ? നിങ്ങൾ മമ്പർത്തെ ചോർന്ന് കണ്ട് വഹാബിയായി എന്ന് ആരെങ്കിലും നിങ്ങളെ കുറിച്ച് പറയുന്നുണ്ടോ? ഇന്നെ കുറിച്ച് പറയണില്ല. എന്തിപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹം മമ്പർന്ന് ചോറ് തിന്നിക്കണമല്ലോ എന്ന് അറിയണമല്ലോ അല്ലേ? ഞാനൊരു ഹുദവിയാണ്. 12 വർഷം ചെമ്മാട് ദാറുദയിലാണ് പഠിച്ചത്. മമ്പുറത്തെ ചോറ് തിന്ന നട്ടലുള്ള ഹുദവിയാണ്. അപ്പൊ അവര് പറയുന്ന കാര്യം ശരിയാണ്. ഏത്? മമ്പർത്തെ ചോറ് തിന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഒരു കഥയുണ്ട്. അത് ശരിയാണ്. ഓക്കെ. ആ ചോറ് എങ്ങനെയാണ് അവിടെ വരുന്നത്? അവിടേക്ക് സിയാറത്തിന് വരുന്ന പാവപ്പെട്ട സുന്നി വിശ്വാസികൾ, അല്ലെങ്കിൽ സുന്നികളുടെ വിശ്വാസം ശരിയാണെന്ന് അംഗീകരിക്കുന്ന ആളുകൾ കൊണ്ടുവന്നിടുന്ന നാണയത്തൊട്ടുകൾ സ്വരൂപിച്ചിട്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അതെങ്ങനെ ദാറുൽ ഹുദയുടെ കയ്യിൽ മമ്പുറം വെക്കാൻ പറ്റി എന്നുള്ളത് മറ്റൊരു ചരിത്രമാണ്. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്തൊക്കെ മമ്പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ഖുതുബുസ്സമാൻ എന്ന പേരിൽ കുറേ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചുറ്റുവട്ടത്തുള്ള സ്ഥാപനങ്ങളൊക്കെ മമ്പുറം തങ്ങളുടെ പേരിൽ തന്നെ ഉള്ള കുറച്ച് സ്ഥാപനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അത് ദാറുൽ ഹുദ എന്ന സ്ഥാപനത്തിൻ്റെ കീഴിലായിട്ടുണ്ട്. എങ്ങനെ ഒരു മഖാം? കാരണം ദാറുൽ ഹുദ നടത്തുന്ന ആരാ? ബഹാവുദ്ദീൻ നദ്വിയാണ്. അദ്ദേഹം ഈ മമ്പുറം തങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളൊന്നുമല്ല, സയ്യിദൊന്നും അല്ലല്ലോ. ആണോ? മമ്പുറം തങ്ങളുടെ അനന്തരാവകാശത്തിൽപ്പെട്ട ആളാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് അത് കയ്യിലായത്? അത് മറ്റൊരു ചരിത്രമാണ്. അതന്നെ നിങ്ങൾ ആ ചോറുമായിട്ടൊരു ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഞാൻ കുറ്റപ്പെടുത്തല്ല, പക്ഷെ ഈ ചോറിൻ്റെ ആരോപണം ഉന്നയിക്കാനുള്ള കാരണമാണ് ഞാൻ പറയുന്നത്. അതാണ് ഇതിനെ മർമ്മപ്രധാനം കേട്ടോ. അതിനടിവരണം. അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. അവിടെ പോയി നാണയത്തുട്ടുകൾ ഇടുന്ന സുന്നികളുടെയും അതല്ലാത്തവരുടെയും തങ്ങളെക്കുറിച്ചിട്ടുള്ള വിശ്വാസം എന്താ? മഹാനവറുകൾ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ് ഒരു വിശ്വാസം. മറ്റൊന്ന് അള്ളാഹുവിൻ്റെ വലിയ കറാമത്തിന് ഉടമയാണ്. ഇതൊക്കെ വിശ്വസിച്ച് കൊണ്ട് സുന്നികൾ അങ്ങോട്ട് പോകുന്നതും അവിടെ നേർച്ച ചെയ്യുന്നതും അതിന് ഫലമുണ്ടെന്ന് വിശ്വസിച്ചു കൊണ്ടാണ്. എന്താണ് മുജാഹിദിന്, വഹാബികൾക്ക്
മമ്പുറം തങ്ങളെ കുറിച്ചുള്ള വിശ്വാസം. അപ്പൊ ഇവിടുത്തെ സുന്നികൾ ചെയ്യുന്നത് ഖബറാരാധനയല്ല, സാക്ഷാൽ വിഗ്രഹ ആരാധനയാണ്. മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണ്, അദ്ദേഹത്തെയാണ് ആരാധിക്കുന്നത്. മമ്പുറം തങ്ങളെ ഒരു മുസ്ലിമായിട്ട് സയ്യിദായിട്ട് അംഗീകരിക്കണ്ട, ഒരു മുസ്ലിമായിട്ടും അംഗീകരിക്കണ്ട, ഒരു മനുഷ്യനായി പോലും അംഗീകരിക്കാതെ എത്ര പച്ചക്കാണ് പറയുന്നത് അല്ലേ. മാത്രമല്ല അവിടെ പോകുന്ന സുന്നികളൊക്കെ ആ വിഗ്രഹത്തെ ആരാധിക്കാൻ അങ്ങോട്ട് പോകുന്നത്. ആരെങ്കിലും അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന അർപ്പിക്കോ സുന്നികൾ? ഇല്ലല്ലോ. എത്രമാത്രം അപകടവും നീചവുമായ വാക്ക്. ഇതുകൊണ്ടാണ് മറ്റുള്ള ആളുകളെ പറയുന്നതിനേക്കാൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം അല്ല, ഇങ്ങനെ ഒരു ആക്ഷേപം ജനങ്ങൾ നടത്തുന്നത്. എങ്ങനെ? മമ്പുറത്തെ ചോറ് 10-12 കൊല്ലം തിന്നിട്ട് ഈ വഹാബികളുടെ കൂടെ ഇരിക്കുക. ഏത് വഹാബി? മമ്പുറം തങ്ങൾ ഒരു വിഗ്രഹമാണെന്ന് വിശ്വസിക്കുന്ന, ആ വിഗ്രഹത്തെ ആരാധിക്കുന്നവരാണ് നിങ്ങളടക്കമുള്ള സുന്നികൾ എന്ന് ഉറക്കെ പ്രസംഗിച്ച വഹാബികളുടെ കൂട്ടത്തിൽ നിങ്ങൾ പോയിരിക്കുമ്പോൾ ഉള്ള ആക്ഷേപം അതുകൊണ്ടാണ്. നിങ്ങൾ അറിയാഞ്ഞിട്ടാണെങ്കിൽ ഇത് കേട്ടാൽ നിങ്ങൾ മനസ്സിലാവും, അറിഞ്ഞോളും. അല്ലെങ്കിൽ നിങ്ങൾ 10 ആളെ കൊണ്ടുപോയിട്ടുണ്ടല്ലോ, അവരെങ്കിലും ഇതൊക്കെ ഒന്ന് കേട്ടാൽ വല്ല മാറ്റം വരികയാണെങ്കിൽ ഒരാൾ ഹിദായത്തിലെ നമുക്കതിൻ്റെ ഗുണം കിട്ടൂല. ഈ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്കും അതിൻ്റെ ഗുണം കിട്ടൂല. അത്രേ ഉള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അതൊക്കെ പോട്ടെ, ആരാപ്പോൾ ഇതൊക്കെ ആരോപണം ഉന്നയിക്കണമെന്നും പതുമാള അറിയാം. ആരോപണമല്ല, സംഭവം വസ്തുതയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആരാപ്പം ഈ പ്രശ്നക്കാർ? പൂക്കോയത്തങ്ങളെക്കാൾ വലിയ 110 സുന്നിയും മൗലവിയേക്കാൾ വലിയ 110 മുജാഹിദുകളും, എന്നിട്ട് അതിന് ഷജറ ഹജറ വേരുകളും വന്നപ്പോഴാണ് ഈ സമുദായം. ഈ ഹജറകളും ഷജറകളുമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഈ പ്രശ്നമൊക്കെ പറയണമെന്ന്. അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കണമെന്നാണ്. ഇനി അദ്ദേഹം പറയുന്നത് കേട്ടോ. അദ്ദേഹം എല്ലാവരും ആളാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. അദ്ദേഹം തന്നെ പറയട്ടെ, നമ്മളെന്തിനാ പറയാൻ പോകണം. ഞാൻ ശംസുൽമക്കും ഫാത്തി ഓതുന്ന മനുഷ്യനാണ്. KM സീതി സാഹിബിനും ഫാത്തി ഓതി ഹദിയ ചെയ്യുന്ന മനുഷ്യനാണ്. രണ്ടാളും മരണപ്പെട്ടു പോയ ആളുകളാണ്. അവർക്ക് ഫാത്തിഹ ഓതി ഹദിയ ചെയ്യും. എന്തിനപ്പോൾ ഇത് രണ്ടും അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കറിയോ? ഇദ്ദേഹം എല്ലാവരെയും ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതും ഒരു വൈരുദ്ധ്യമാണ്. ശംസുലുലമ, മഹാനായ ശംസുലുലമ, അള്ളാഹു അവരുടെ ദറജ ഉയർത്തട്ടെ, മഹാനവറുകൾക്ക് ഫാത്തിഹ ഓതിയാൽ ഓക്കെ. കാരണം മരണപ്പെട്ട പോയ ആളുകൾക്ക് വേണ്ടി ഖുർആൻ ഓതി ഹദിയ ചെയ്താൽ അതുകൊണ്ട് അവർക്ക് ഫലം കിട്ടും എന്ന് പഠിപ്പിച്ച ആളാണ് ആര്? ശംസുലുലമ. ഇന്നും സുന്നികൾ അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സുന്നികളുടെ വിശ്വാസമാണ്. അപ്പോൾ ശംസുലുലമക്ക് ഒരു ഫാത്തിഹ ഓതിയ നമുക്കും അതിൻ്റെ പ്രതിഫലമുണ്ട്, പിന്നെ ശംസുലുലമക്കും അതുകൊണ്ട് ഗുണമുണ്ടാകും അല്ലേ. എന്നാൽ ഇയാൾ പറഞ്ഞ രണ്ടാമത്തെ ആൾ വഹാബിയാണ്. വഹാബിക്കും ഞാൻ ഫാത്തിഹ ഓതലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തെളിയിക്കാനാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നാൽ നിങ്ങൾ എന്തിനാ പണിക്ക് പോയത്? അവിടെ നമ്മൾ പ്രശ്നം നിങ്ങൾ പറയുന്നതൊന്നുമല്ല എന്ത് വിഷയം. നിങ്ങൾക്ക് ആ സ്ഥാപനത്തിലൊക്കെ കുട്ടികളെ പറഞ്ഞേക്കണ ആളുകളെ സുന്നത്തിയമായത് നഷ്ടപ്പെടുവറ്റാൻ നോക്കുക. നിങ്ങൾ പറഞ്ഞ രണ്ടാമത്തെ ആളുകളെ സംബന്ധിച്ച് അവർക്ക് നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് ഒരു ഫലം കിട്ടൂല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. പിന്നെ എന്തിനാ നിങ്ങളെ പണിക്ക് പോയത്? നിങ്ങൾ വലിയ ആളാവാൻ വേണ്ടിയിട്ടോ, ഞാൻ അതൊക്കെ ചെയ്യുന്ന ആളാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി പോവുക. അവർക്കത് ആവശ്യമല്ല, അവർക്കതിൽ ഒരു ഫലമില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. സാധാരണക്കാരൻ വഹാബി മൗലവിനോട് ചോദിക്കണോ കണി, അതിന് നിങ്ങൾ ഈ പറഞ്ഞ കാര്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്. ഉമ്മാന്റെ ഖബറുമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, ഉമ്മാന്റെ ഖബറുമ പോയി ഞാൻ ഖുർആൻ ഓതിയോണ്ട് ഉമ്മാക്ക് ദുആ ചെയ്താൽ അത് പടച്ചോൻ സ്വീകരിച്ചാൽ, അത് ഏതിലും അങ്ങനെയാണല്ലോ, പടച്ചോൻ സ്വീകരിച്ചാൽ ഉമ്മാക്ക് പുണ്യം കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഈ വിശ്വാസം ശരിയാണോ തെറ്റാണോ? അനൊത്ത തെളിവൊന്നുമില്ല. ദുആയാണ് പഠിപ്പിക്കപ്പെട്ടത്. ഞാൻ നിങ്ങൾ പറഞ്ഞു പോകുന്നതിന് വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ സിയാറത്ത് ചെയ്തു എന്ന കാരണത്താൽ ഉമ്മാക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. എന്താ ഉത്തരം പറഞ്ഞത്? ഖുർആൻ ഓതിയിട്ട് അതുകൊണ്ട് ഫലമല്ല, ഒരു കാര്യമല്ല. നിങ്ങൾ ഓതുന്ന ഫാത്തിഹന്റെ ഒരാളുടെ വിശ്വാസം അതുകൊണ്ട് ഗുണമുണ്ടെന്നും രണ്ടാമത്തെ ആൾ അത് ഗുണമില്ല എന്നും വിശ്വസിക്കുന്ന ആളാണ്. അതാണ് സുന്നി മുജാഹിദും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? അവർ തമ്മിൽ വ്യത്യാസം ഇല്ലാന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളെന്താ പറഞ്ഞത്? നിങ്ങളെന്താ പറഞ്ഞത്? സുന്നി മുജാഹിദും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങൾ വളരെ നിസ്സാരവൽക്കരിക്കുകയാണ്. എന്താ നിങ്ങൾ പറഞ്ഞത്? നമ്മളൊക്കെ തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം
കൈ കെട്ടുന്നിടത്താണ് 1, പിന്നെ കുനൂത്ത്, ഹദ്ദാദ്. കൈ എവിടെ കെട്ടണം, നിസ്കാരത്തിൽ കൈ എവിടെ കെട്ടണം, കുനൂത്ത് ഓതുന്നത്, ഹദ്ദാദ് ഓതുന്നത്, ഇതൊക്കെയാണ് സുന്നികളും മുജാഹിദും തമ്മിലുള്ള തർക്കം എന്നാണ് ഇപ്പോഴും ഈ ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കളെ അല്ല, നമ്മളെക്കുറിച്ച് പച്ചയായി നമ്മളാരും സുന്നികളാരും മുസ്ലിങ്ങളല്ല എന്നവരുടെ വിശ്വാസം. കൈ എവിടെ കെട്ടണം എന്നില്ലെന്നല്ല തർക്കം. കൈ കെട്ടുന്ന കാര്യത്തിൽ നമ്മൾ ഈ കേരളത്തിലെ ഉണക്ക വഹാബികളെ മാത്രമേ ഇങ്ങനെയൊക്കെ കെട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ഇവിടുന്ന് വിട്ടാൽ ഇപ്പം ഇവരൊക്കെ കേന്ദ്രമാണെന്ന് പറഞ്ഞ സൗദി അറേബ്യ ഹറമിലെ നിസ്കാരം നോക്കുകയാണെങ്കിൽ അവിടുത്തെ ഇമാമുകളാണ് നിൽക്കുന്നത്. ഒക്കെ നമ്മൾ സുന്നികൾ കെട്ടുന്നത് പോലെ. അപ്പോൾ അതൊന്നും ഒരു തർക്ക വിഷയമല്ല. അത് ഇവിടുത്തെ വഹാബികൾക്ക് വിവരമില്ലാത്തതുകൊണ്ട് പറയുന്നതെന്നുള്ളൂ. നമ്മൾ മുസ്ലിങ്ങളല്ല, നമ്മളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റൂല, നമ്മൾ അറുത്തത് ഭക്ഷിക്കാൻ പറ്റൂല, നമ്മളെ തുടർന്ന് നിസ്കരിക്കാൻ പറ്റില്ല, നമ്മളുടെ പള്ളികളൊക്കെ അമ്പലത്തിന് തുല്യമാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് മുജാഹിദുകൾ. കേട്ടതല്ലത് ഈ പ്രഭാഷണം? ഈ വഹാബികൾ ഗാഫറാക്കുന്നത്, മുസ്ലിമിയാണ് മുശ്രിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളല്ലേ നോക്കാം. ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. അവർ നിസ്കരിക്കും. ഇതാ സല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, ബക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിഹാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കരുത്. ആ നിസ്കാരം സഹിയാകുകയില്ല തീർച്ച. കാരണം ഇന്നമൽ മുശ്രിക്കൂന നജസ്. ഇദ്ദേഹത്തിന് സംഘടന അല്ല അതില്ല എന്ന് പറയാൻ നിൽക്കണ്ട. ഇദ്ദേഹം KNM പള്ളിയിലെ ഖത്തീബാണ്. പിന്നെ എങ്ങനെ സംഘടന എല്ലാവരും എന്നാ അവിടുന്ന് പുറത്താക്കണ്ടേ? അപ്പൊ ഇത് മുജാഹിദിന്റെ ആശയാണ്. ഇതാണ് മുജാഹിദ്, ഇതാണ് നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഹുദവി ഒരു ആത്മാർത്ഥതയിലാണ് ഇത് പറയുന്നതെങ്കിൽ നിങ്ങൾ ഒരു വെല്ലുവിളി നടത്തുകയാണ്. നാളെ ഇറങ്ങുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങൾ, അതുപോലെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ന്യൂസ് ചാനലുകളിൽ നിങ്ങൾ ഔദ്യോഗികമായ മുജാഹിദുകളെ കൊണ്ട് കേരളത്തിലെ സുന്നികൾ മുസ്ലിംകളാണ് എന്നൊരു പത്രപ്രസ്താവന ഇറക്കി കാണി. നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ ഒരു പത്രക്കുറിപ്പ് KNM കേരള നേതൃത്വത്തിൽ മുജാഹിദിൽ, അല്ലെങ്കിൽ മുജാഹിദിൻ്റെ എല്ലാ സംഘടനകളെയും ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ അതിന് കഴിയുമല്ലോ, എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് അവരുടെ ഒന്നിച്ചൊരു പത്ര സമ്മേളനം. എന്നിട്ട് അതിൽ അവർ പറയാം, കേരളത്തിലെ മങ്കൂസ് മൗലൂദ് ഓതുന്ന, ബദർ മൗലൂദ് കഴിക്കുന്ന സുന്നികളുണ്ടല്ലോ, ആ സുന്നികൾ മുസ്ലിങ്ങളാണ്, വേറൊന്നും വേണ്ട, അവർ മുസ്ലിങ്ങളാണ് എന്നോ നിങ്ങൾ പറയിച്ചാണ് പറയ്ക്ക്. അപ്പം കാണാം നിങ്ങളെ ബാക്കിലേക്കിട മുജാഹിദിൻ്റെ കയ്യടി. പിന്നെ ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. കുറഞ്ഞ സമയമാണ്, പക്ഷേ ഫുള്ള് വൈരുദ്ധ്യങ്ങളും ഇതുപോലത്തെ വിഷയങ്ങളും ബാക്കിയുള്ളതൊക്കെ വൈരുദ്ധ്യങ്ങളുമാണ്. വൈരുദ്ധ്യങ്ങൾ നമുക്ക് നാളെ പറയാം. ഓക്കെ, എല്ലാം പാടെ ആകുമ്പോൾ വീഡിയോ ഇങ്ങോട്ട് കൂടുതലാവും. വൈരുദ്ധ്യങ്ങൾ നാളെ പറയാം. അല്ലാഹു തആല ബിദ്അത്തുകാരുടെ ഷർറുകളിൽ നിന്ന് എല്ലാ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.